സംഭവം പട്ടാണ്, പക്ഷെ ഒരു രക്ഷയില്ല. ഇപ്പൊ ഒരു പോസ്റ്റ് ഇട്ട അപ്പൊ ഞാൻ കൂറടും, എന്നിട്ട് അപ്പൊ പേഴ്സണൽ മെസ്സേജ് വരും, ഇപ്പൊ ഒന്നും ഒഴിവാക്കി അടങ്ങാറാക്കല്ലേ. കാരണം ഓന്റെ ഫ്രണ്ട്സ് ചോദിക്കും വാട്ട് ഈസ് ദിസ്, ഹിന്ദിക്കാരല്ലേ, അപ്പൊ പറഞ്ഞ കൂറ, അത് എന്താ പോകാൻ പറയാ. അപ്പൊ ഇങ്ങനെ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് എത്ര വളരെ സിമ്പിളായിട്ട് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് മറ്റൊരാളെ പറ്റി കുറ്റം പറയാനാണ് നമുക്ക് ഇഷ്ടം. നമ്മൾ കുറ്റം പറയേണ്ടത് നമ്മളെ ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് 100 രൂപ കൂടുതൽ അപ്പനിലേക്കല്ല, എന്തിലേക്കാ നോക്കുക, ബാഗിലേക്ക് സഞ്ചി ഉണ്ടോ, അതിലെന്തെങ്കിലും ഉണ്ടോ, വേറെ ഒന്നും. വളരെ ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത ക്ലാസ്സിൽ വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നമ്മളെ നമ്മുടെ ബോഡി എക്സ്പ്രഷനിലൂടെ നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് നമുക്ക് ഫീലിംഗ് എത്തിക്കാൻ പറ്റും. ഇത് പറയുമ്പോ തന്നെ നമുക്ക് എന്താവും, നമുക്കതൊരു ബോഡി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര സംഭവം. കുളിച്ചിട്ട് ഒരു കടയിൽ എത്തിയിട്ട് ഒരു ചായ ഒരു ബന്നും വാങ്ങിത്തന്നു, ഒരു 3 ഉപദേശം. എന്നിട്ട് പറഞ്ഞു പെണ്ണുങ്ങളോട് അടുക്കരുത്. രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും പൈസ കടന്നു വെച്ചാൽ കൊടുക്കരുത്. മൂന്നാമത്തെ കാര്യം, നോക്കി കണ്ടൊക്കെ നിന്നോണ്ട് അടി കെട്ടി ഈ അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ നോക്കണം. ഞാൻ ഇതേപോലെ പറഞ്ഞു, നമ്മള് ആളുകൾ നമ്മൾ അന്വേഷിച്ച് വരണം. അപ്പോഴാണ് എറണാകുളത്ത് നിന്ന് എനിക്ക് ഇതേപോലെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് സ്ഥാപനത്തിന്റെ സ്റ്റാഫ് വിളിച്ചു പറഞ്ഞു, സാർ അതിന് പണി ഉണ്ടായിരുന്നു. എന്ത് വെച്ചു, ഒരു 10-25 ആൾക്കാരുടെ കടം വാങ്ങിയാൽ മതി, ഒരു ഡെയിലി ആസ്പത്രിയിൽ വരും, പകതുണ്ടോ അപ്പൊ അടുത്താണ് എല്ലാരും വരുന്ന കായ് കടമാലെ നമ്മൾ മുതലാളി വരുന്ന പകത് പറഞ്ഞ സാധനം സൂപ്പറാണ്, ആളുകൾ മൊത്തം അന്വേഷിക്കുന്നുണ്ട്. അവിടെ അല്ല ഞാൻ പറഞ്ഞു, നമ്മൾ ആശുപത്രിയിൽ വരുന്ന സമയത്ത് ഇന്ന സിസ്റ്റർ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന ആൾ ഓഫീസിലുണ്ടോ, ഇന്ന ആളുണ്ടോ, നമ്മുടെ ആളവിടെ ഉണ്ട്, ഓനോട് പറഞ്ഞ് എല്ലാം ചെയ്തു തരും എന്നുള്ളൊരു തോട്ട്സ് ചെയ്തു കൊടുത്തോ ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാണല്ലോ. പക്ഷെ അവർക്കൊരു ചിന്ത കൊടുക്കാൻ നമുക്ക് പറ്റും. ഇന്നൊരാൾ അവിടെ ഉണ്ട്, അയാളോട് പറഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും, ഇയാളോട് പറഞ്ഞാൽ അത് നടക്കും എന്നുള്ള ഫീല് നമുക്ക് നമ്മുടെ മേഖലയിൽ കൊടുക്കാൻ പറ്റും. നമുക്കൊരു തിരിച്ചറിവ്, അറിവ് മക്കളെ നമുക്കൊക്കെ ഉണ്ട്, അറിവ് 100% നമുക്കുണ്ട്. പക്ഷെ തിരിച്ചറിവാണ് പ്രശ്നം, മനസ്സിലായിട്ടല്ലോ. പണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിങ്ങിന് പോവുക, ഈ പോണ സമയത്ത് ഒരാൾക്ക് ഇങ്ങനെ പഴം കഴിക്കണം തോന്നി, ആകെ ഇങ്ങനെ പൈസ തപ്പിയപ്പോൾ ഒരു 5 രൂപ എങ്ങാണ്ട് കിട്ടും. അപ്പൊ ഒരു ട്രെയിൻ പോകുകയും ചെയ്യും. പെട്ടെന്ന് ഒരു കുട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു പഴം വാങ്ങിക്കോ, ബാക്കിയും വാങ്ങിക്കോ പറഞ്ഞു. അങ്ങനെ വാങ്ങിയ ചെക്കൻ വാങ്ങിക്കൊണ്ടു തരുള്ളൂ, കാരണം പെട്ടെന്ന് ട്രെയിന് പോകുന്നതിന് ഇങ്ങനെ കാത്തിക്കുക. അപ്പൊ കുറച്ചു നേരമായിട്ടും ചെക്കനെ കാണാൻ ഇയാൾ ഇങ്ങനെ നോക്കുക, എന്താള് വരുന്നില്ല, ചെക്കൻ വരാത്തു. കുറെ കഴിഞ്ഞപ്പോൾ ചെക്കൻ ഒരു പഴം തിന്നുന്നതിന് കിട്ടും. 2 രൂപ നിങ്ങളത് കിട്ടിയില്ല.